ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇംഗ്ലീഷ് ചീര വെച്ചിട്ട് എങ്ങനെ തോരൻ ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചീര പറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനാണ് ഞങ്ങൾ ഇംഗ്ലീഷ് ചീര എന്ന് പറയുന്നത്. പിന്നെ വേറെ എന്തെങ്കിലും പേര് പറയുന്നുണ്ടോ എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യോണ്ടി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ട് ഭാഗത്തും എന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. അതിനുശേഷം ഇതിൻ്റെ നെട്ടൊക്കെ കളഞ്ഞിട്ട് ചെറുതായി അരിഞ്ഞെടുക്കാം. ഇനി ഇതിൻ്റെ നെട്ടിയൊക്കെ കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുക്കണം. മുഴുവനും ഞാനിതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കട്ടെ. എന്നിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാം. ഇതുപോലെ ചെറുതായി മുഴുവനും ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ. ചീര മുഴുവനും ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നന്നായി വൃത്തിയായി കഴുകിയെടുക്കട്ടെ. തോരനിലേക്ക് വേണ്ടി നമുക്കിനി ആവശ്യമുള്ള സാധനങ്ങൾ: അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, 7 ചെറുള്ളി തൊലി കളഞ്ഞ് കഴുകിയത്, 4 വെളുത്തുള്ളിൻ്റെ ഇല്ലി, എരിവിന് ആവശ്യത്തിന് 2 പച്ചമുളക്. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് ചതച്ചെടുക്കട്ടെ. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെള്ളമില്ലാതെ നന്നായി ഒന്ന് ചതച്ചെടുക്കട്ടെ. എന്നിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാം. തേങ്ങ ഇട്ടെടുത്തു, പച്ചമുളക്, വെളുത്തുള്ളി, ചെറുള്ളി. ഇതെല്ലാം നന്നായി ഒന്ന് അരച്ചെടുക്കട്ടെ. തേങ്ങ നന്നായി ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തോരൻ ഉണ്ടാക്കാം. തോരൻ വെക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി ഗ്യാസിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. കടുക് ഇട്ടെടുക്കാം. ഇനി അതിലേക്ക് കടുക് ഇട്ടെടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് കഴുകി വെച്ച ചീരയിലിട്ട് കൊടുക്കണം. നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് അങ്ങനെ അടച്ച് വെച്ചിരിക്കട്ടെ. നമ്മുടെ ചീരയിൽ നന്നായി വെന്തിട്ട് വന്നിട്ട് നമുക്ക് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മൾ നന്നായി അടച്ച് വെച്ചു. ഇനി നമുക്ക് അടച്ച് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചീരയിൽ നന്നായി വാടി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്.
ഇട്ട് കൊടുത്തു. നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ആ തേങ്ങ നന്നായി ഒന്ന് വാടി വരട്ടെ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിനൊന്നും മറക്കരുത്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.